എൻ്റെ പേര് ലക്ഷ്മി പ്രസാദ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പന്തളം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മയാണിത്. ഞാൻ 2024 ഫെബ്രുവരി 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഞാൻ 2023 ഓഗസ്റ്റിൽ MCA പാസ് ഔട്ടായ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് പ്ലേസ്മെൻറ്റ് സെൽ വഴി ഒരു നല്ലൊരു കമ്പനിക്ക് ജോലി ലഭിച്ചതായിരുന്നു. പക്ഷേ 3 വർഷത്തെ ബോണ്ട് എനിക്ക് ആ കമ്പനിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ബോണ്ട് കാരണം ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തില്ല. പിന്നീട് അത് ഞാൻ 3rd സെമ്മിൽ പഠിച്ചപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. പിന്നെ ഞാൻ ഓഗസ്റ്റ് 2023 പാസ് ഔട്ട് ആവുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോൾ പല കമ്പനികളും ലേ ഓഫിൽ പോവുകയും പിന്നെ ഇൻ്റർവ്യൂകളൊന്നും പല വലിയ വലിയ MNCകളൊന്നും നടത്താതിരുന്നു. ഹയറിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത സമയമായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷമിച്ച് ഒരുപാട് അല്ലാതെ ഉള്ള സ്റ്റാർട്ടപ്പിലൊക്കെ പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ എനിക്ക് സോഫ്റ്റ്വെയർ, ഞാൻ MCA പഠിച്ചുകൊണ്ട് എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം പലയിടത്തും അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവും, ചിലപ്പോൾ ആവത്തില്ല. നമുക്കറിയാം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണെങ്കിൽ ഒരു 4 റൗണ്ടെങ്കിലും മിനിമം കാണും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ. ഫസ്റ്റ് റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവണം, പിന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട് എന്ന് പറഞ്ഞൊരു റൗണ്ട് ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട്, HR ഉണ്ട്, ചില കമ്പനിക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പാസ്സായാലേ നമുക്കൊരു കമ്പനി ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ചിലത് ടെക്നിക്കൽ വരെ പോകും, ചിലത് HR വരെ പോയിട്ടുണ്ട്, ചിലത് റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവാതിരുന്നിട്ടുണ്ട്. അങ്ങനെ പല കമ്പനി, എനിക്കൊന്ന് ഒരു 100-ൽ-അധികം കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കാനും ഞാൻ എൻ്റെ സുഹൃത്താണെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കരിയർ സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നും വിളിക്കാറില്ല. അങ്ങനെ ഞാൻ റെഫറൽ പലരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ എൻ്റെ സുഹൃത്ത് മുഖേന ഞാൻ അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ എൻ്റെ റെസ്യൂമേ കൊടുത്തു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. ആ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് ഞാനത് അറ്റൻഡ് ചെയ്ത്, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ആ ജോലി ലഭിച്ചില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടമായി. അത് വലിയൊരു എയർലൈൻസാണ്, ലോക പ്രശസ്തമായിട്ടൊരു എയർലൈൻസാണ്, ലോകത്ത് എവിടെ ചെന്നാലും അതറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഇടത്ത് ജോലി ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മയുടെ സുഹൃത്ത് ഇവിടെ വന്ന് നേരത്തെ പലതവണ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ അമ്മയോട് അവളോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, അമ്മ മാതാവ് അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ 2024 ഫെബ്രുവരി 5-ാം തീയതിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അങ്ങനെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പം എനിക്ക് ആ സെയിം കമ്പനിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് എനിക്ക് മെയിൽ വന്നു. ഞാൻ റെസ്യൂമേ എൻ്റെ ഷോർട്ട് ലിസ്റ്റായി, ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷിച്ചു, കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അപ്പോൾ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്നുള്ളൊരു വിശ്വാസം അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ 2ാമത്തെ തവണയാണ് ആ ഇൻ്റർവ്യൂ വരുന്നത്. അങ്ങനെ ഇരിക്കെ ഇൻ്റർവ്യൂ നടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് എനിക്ക് ആ കമ്പനിയിൽ നിന്ന് മെയിൽ വന്നു, എൻ്റെ ഇൻ്റർവ്യൂ ആക്കി ക്യാൻസലായെന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടമായി ആ സമയത്ത്. കാരണം ആഗ്രഹിച്ചതാണ്, അവിടെ ഒന്ന് പോയി 2ാമത്തെ തവണ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ എനിക്കത് ഇങ്ങോട്ടേക്ക്, ഞാൻ കൊടുത്തതല്ലേ, എന്നോട് ഇങ്ങോട്ടേക്ക് വന്നതാണ്, അപ്പോൾ ഞാൻ വിചാരിച്ചത് കിട്ടുമെന്ന്. അങ്ങനെ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് ചിലപ്പോൾ അത് റീഷെഡ്യൂൾ ചെയ്ത് ഒന്നുകൂടെ ആ ഇൻ്റർവ്യൂ വരുമായിരിക്കും, അങ്ങനെ ആ സാധാരണ അവർക്ക് എന്തെങ്കിലും മീറ്റിംഗ് കാരണമായിരിക്കും അന്ന് നടക്കാഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിനൊരു മറുപടി വരാതെ ഇരുന്നപ്പം ഞാൻ വീണ്ടും HR-ന് അങ്ങോട്ട് മെയിൽ അയക്കും, പിന്നെ ഇങ്ങോട്ട് റെസ്പോൺസ് ഒന്നും ഇല്ല. അങ്ങനെ 2 തവണ ആ കമ്പനി പരാജയപ്പെട്ടപ്പം ഞാൻ ഇനി കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ആ സമയത്ത് ഉടമ്പടി തുടർന്നുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും മനസ്സിന് ഭയങ്കര പ്രയാസമായിരുന്നു. ദൈവം അത്രയും ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട് അറിയില്ല. ഞാൻ വേറൊരാളോട് ചോദിച്ച് എങ്ങനെയാണ് ജപമാല ചൊല്ലുന്നതെന്ന് നോക്കി പഠിച്ച് പിന്നെ ബൈബിൾ ദിവസം രാവിലെയും വൈകിട്ടും വായിക്കാൻ തുടങ്ങി, ധ്യാനം കേൾക്കാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം തവണ ഇവിടെ വന്ന് ഇരുന്ന് ഉടമ്പടി എടുക്കാൻ ഫസ്റ്റ് തവണ ഇവിടെ വന്ന് ഇവിടെ ഇരുന്നപ്പം പലരും ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ അനുഭവങ്ങൾ എന്നെ മാതാവ് ചിലപ്പോൾ തോന്നിച്ചായിരിക്കും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നീ അമ്മ മാതാവിനോട് പറയും, നീ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. അങ്ങനെ അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞു ഞാൻ അങ്ങനെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ 2ാമത്തെ തവണയും റിജക്ഷനാണ് ഉണ്ടായത്. പിന്നെ അതങ്ങ് വിട്ടു. 2-3 മാസം പിന്നെ ഇനി എൻ്റെ ആ ഫ്രണ്ടിനെ എന്നെ ഒരിക്കലും ആ കമ്പനിയിലേക്ക് റെഫർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവർ 2 തവണ റെസ്യൂമേ കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ലിങ്ക്ഡിനിലൂടെ ജോബ് ഇന്ന് രാവിലെ എണ്ണിക്കുക ജോബ് സെർച്ച് ചെയ്യുക, ഇതാണ് പണി. അപ്പോൾ അവസാനം അമ്മ ഇത് കണ്ട് എന്നോട് പറഞ്ഞ് ഇനി നീ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലി നോക്കണ്ട, വേറെ ഏതെങ്കിലും ഫീൽഡിൽ കിട്ടുന്ന എന്തുവാണോ അതിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പക്ഷേ അതിനൊരു താല്പര്യം. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലേ, എന്തെങ്കിലും അമ്മ മാതാവ് അത് സാധിച്ചു തരുമെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തവണ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉറക്കത്തിൽ മാതാവിനെ ഇങ്ങനെ മേഘങ്ങളിലിടയിൽ കണ്ട്. അന്ന് തന്നെ രാവിലെ ഞാൻ എണീച്ച് അമ്മയോട് അത് ഈശോയും മാതാവും കൂടെ ഒരുമിച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മ എന്തായാലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെയും 2.5 മാസമായി ഞാൻ ലിങ്ക്ഡിനിലൂടെ ഇങ്ങനെ നോക്കിയപ്പം ആ സെയിം കമ്പനിയിൽ തന്നെ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ഒരു കുട്ടിയുടെ പ്രൊഫൈൽ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ആ കുട്ടിയെ ഇതിനു മുമ്പ് ഒരു പരിചയം പോലും ഇല്ല, ഞാൻ അതിനോട് മിണ്ടിയിട്ടില്ല, അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നോ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തായാലും അതിന് ലിങ്ക്ഡിൻ വഴി മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഇങ്ങനെ, ഞാൻ അമൃതയിലാണ് പഠിച്ചത്, അപ്പോൾ ഞാൻ അവിടെയാണ് പഠിച്ചത്, അപ്പോൾ എന്നെ ഒന്ന് റെഫർ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു, ചേച്ചി ഞാൻ HR-നോട് ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ റെഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ സമയത്ത് അത് പ്രൊവിഷൻ പീരീഡ്, അപ്പോൾ അതിനൊരിക്കലും എന്നെ റെഫർ ചെയ്യാൻ പറ്റത്തില്ല, വേറൊരാളുടെ സഹായം ഉണ്ടായാലും അതിനെ റെഫർ ചെയ്യും. അങ്ങനെ അതിന് സീനിയർ ആയിട്ടുള്ള ആടയിൽ എൻ്റെ റെസ്യൂമേ കൊടുത്തു.
പക്ഷേ അവിടെ ഓപ്പണിംഗ് ഇല്ലായിരുന്നു. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അത് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. കാരണം എന്നെ ഇതിനു മുമ്പ് ഒരു പരിചയമില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ അത് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ട്, പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ റെസ്യൂമേ അയക്കും, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ കുട്ടിയെ ശരിക്കും അമ്മ മാതാവ് കൊണ്ട് തന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോഴാണെങ്കിൽ അതിനോട് കാര്യം പറയുമ്പോൾ അതിന് ദേവചിന്തയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമായി. ഇത് എനിക്ക് അമ്മ മാതാവ് തന്നെയാണ് ആ കുട്ടി എന്നെ പരിചയപ്പെടുത്താൻ ഇടയായത്. അങ്ങനെ അത് കൊടുക്കുകയും അങ്ങനെ 1 ആഴ്ചയ്ക്ക് ശേഷം എനിക്ക് അവിടുന്ന് എൻ്റെ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റായി. ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. ആ സമയത്ത് ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ കണ്ടു എല്ലാവരും തൈലവും ഒക്കെ പുരട്ടിയാണ്, പിന്നെ ഉപ്പ് കഴിച്ചു ഒക്കെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ. ഞാനും അതുപോലെ തന്നെ കാശിരൂപം എനിക്ക് ഒരു മാല ഉണ്ടായിരുന്നു, അതിൽ കൊടുത്തിട്ടിട്ട് ഞാൻ അതും പിടിച്ച് പിന്നെ എൻ്റെ ലാപ്ടോപ്പിൽ തൈലവും പുരട്ടി ഉപ്പും കഴിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഈ കമ്പനിക്കാണെങ്കിൽ 3 റൗണ്ടാണ് ഉള്ളത്. ഒന്ന് റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റിംഗ്, ഒന്ന് ടെക്നിക്കൽ, ഒന്ന് HR. അപ്പോൾ റെസ്യൂമെ ഞാൻ ഷോർട്ട് ലിസ്റ്റായി. രണ്ടാമത് ടെക്നിക്കൽ റൗണ്ടിലും എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ 1 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ അത് പാസ്സായെന്ന് പറഞ്ഞ് എനിക്ക് കൺഗ്രാറ്റുലേഷൻ മെയിൽ വരികയും രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തു. അത് 1 ആഴ്ചയ്ക്ക് ശേഷം നടന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ അന്ന് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് അത് വീണ്ടും റിജക്റ്റ് ആയെന്ന് പറയും. അപ്പോഴും എനിക്ക് ടെൻഷനാണ്. ആദ്യം ഒരു തവണ അങ്ങനെ റിജക്റ്റ് ആയപ്പോൾ പിന്നീട് അവരത് നടത്തിയില്ല. അപ്പോൾ പിന്നെയും എനിക്ക് അതാണ് ഭയം, ഇനിയും അങ്ങനെ ആയിരിക്കുമോ നടക്കുന്നത് എന്നുള്ളൊരു ടെൻഷൻ. പക്ഷേ ഒരു 10 മിനിറ്റിന് ശേഷം എനിക്ക് അവിടുന്ന് മെയിൽ വന്നു അടുത്ത ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം ഞാനത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ 1 പരാജയപ്പെട്ടു, 2 പരാജയപ്പെട്ടു, 3-ാമത്തെ തവണ ആ കമ്പനിയുടെ 3 റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് ഒക്ടോബർ 31-നാണ് ഞാൻ ആ 3 റൗണ്ടും കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നവംബർ ആയപ്പോൾ ഒരു വിവരമില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അനക്കൊന്നുമില്ല, HR-നൊരു മെയിൽ അയക്കാം. അങ്ങനെ HR-ന് വീണ്ടും മെയിൽ അയച്ചു. അപ്പോൾ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലെന്നാണ് സാറ് പറഞ്ഞത്. പിന്നെ ഞാൻ ഡിസംബർ 12-ന് ഒന്നുകൂടെ മെയിൽ അയച്ചിട്ട് ചോദിച്ചു, സാർ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓൾറെഡി എല്ലാ പൊസിഷനും ഫീൽഡായി, യു ആർ റിജക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും 1 പഠിച്ച് 3 എന്നാണെന്ന്. പക്ഷേ എൻ്റെ കേസിൽ ആ 3 എനിക്ക് ശരിയായില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ. ഒരുപാട് സങ്കടമായി. അപ്പോൾ 2 തവണയും പരാജയപ്പെട്ടുകൊണ്ട് വീട്ടിൽ പറഞ്ഞില്ല. 3-ാമത്തെ തവണ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെന്നറിയാം, പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞില്ല, അമ്മയോട് അച്ഛനോടും പറഞ്ഞില്ല. അമ്മ ഇത് റിജക്റ്റ് ആയി, അവർക്ക് സങ്കടമാവും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയാൻ. എനിക്കൊരു ടിങ് ബ്രദറാണുള്ളത്. ഞാൻ അവനോട് പറഞ്ഞു, എടാ ഞാൻ റിജക്റ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, സാരമില്ല, നിനക്ക് എന്തെങ്കിലും ദൈവം നല്ലത് കൊണ്ട് തരും, നീ ആഗ്രഹിച്ച പോലെ തന്നെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങ് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലാരും എന്നോട് പറഞ്ഞു, നീ വന്ന് ഒന്നും കൂടെ ഉടമ്പടി നിൻ്റെ ഒന്ന് പുതുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായും എൻ്റെ 1-ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പം ഡിസംബർ 18-ന് ഞാനിവിടെ വന്ന് 1-ാമത്തെ ഉടമ്പടി പുതുക്കി. ആ സമയത്ത് ഇവിടെ എനിക്ക് മാതാവിനെ പിടിക്കാനോ അല്ലെങ്കിൽ മുത്തുക്കുട പിടിക്കാനോ ഉള്ള അവസരമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് സങ്കടമായി. മാതാവ് ചിലപ്പോൾ എനിക്ക് തള്ളിക്കളഞ്ഞതായിരിക്കും എന്ന് ഞാൻ അപ്പനും പ്രതീക്ഷിക്കുന്നത്. പലരും ഒരുപാട് പേര് അത്രയും ഞാൻ വലിയൊരു കോളേജിൽ പഠിച്ചുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് കളിയാക്കും. എവിടെ ചെന്നാലും നമ്മുടെ ഒരു സുഖവിവരമല്ല ആദ്യം ചോദിക്കുന്നത് ജോലി ആയില്ലേ ഇത്രയും പഠിച്ചിട്ട് ഇത്രയും വലിയ കോളേജിൽ പഠിച്ചിട്ട് ജോലി കിട്ടാത്ത എന്താണെന്ന് ആദ്യം ചോദിക്കുന്നത്. അപ്പോഴും അതെല്ലാം എങ്ങനെയൊക്കെയോ ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് എങ്ങനെയൊക്കെയോ നടന്നുപോയി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലുകയും ധ്യാനം, ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനം എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഞാൻ 11:30 തൊട്ട് 11:30 ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 1:30 വരെ ഞാനത് കേൾക്കും. ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ കഴിവതും അമ്മ എൻ്റെ കൂടെ കാണും. വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ കേൾക്കാനും ധ്യാനങ്ങൾ കേൾക്കാനും പിന്നെ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാനും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഉടമ്പടി ഒന്നും മുടക്കാതെ, അതായത് തൈലോ എല്ലാം പുരട്ടിക്കൊണ്ട് എല്ലാം ചെയ്യുന്നത് അങ്ങനെ തന്നെ ദൈവ വിചാരത്തിൽ ഒരുപാട് ഞാൻ മാറി. കാരണം എന്ന് വെച്ചാൽ ബൈബിൾ ചൊല്ലാൻ തുടങ്ങി. എപ്പോഴും ദൈവം എന്നുള്ളൊരു വിചാരമാണ് എപ്പോഴും മനസ്സിലുള്ളത്. നന്മകൾ ചെയ്യാൻ തുടങ്ങി, ബാക്കിയുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പം എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്നെയും കൊണ്ട് പറ്റുന്നതിലധികം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ മാർച്ച് 18-ന് എൻ്റെ 1-ാമത്തെ ഉടമ്പടിയുടെ പുതുക്കൽ അവസാനിക്കുന്ന ദിവസം. അപ്പോൾ ഇതിൻ്റെ ഒരു 10 ദിവസം ഇതിന് ഇടയിലും പല കമ്പനികളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ എൻ്റെ മുമ്പിലെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം മാർച്ച് 18-ന് ഉടമ്പടിയുടെ കാലാവധി തീരും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ദിവസം പറഞ്ഞു, ഞാൻ ഇനിയും വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കണമെങ്കിൽ അമ്മ ഇതിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം എൻ്റെ കയ്യിൽ ബാക്കപ്പെട്ട് ഒന്നുമില്ല. ആകെ ഉള്ളതും ഈ പറഞ്ഞ കമ്പനിയുടെ HR വരെയായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് റിജക്റ്റ് ആവുകയും ചെയ്തു. ഇതെനിക്ക് നല്ല ബോധമുണ്ട്, ഇത് ഇനി നടക്കില്ല എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ഞാൻ ദൈവത്തെ വിളിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിറാക്കിൾ ദൈവം നടത്തുമെന്നുള്ളൊരു ചിന്തയുണ്ടായി. അങ്ങനെ ഈ മാർച്ച് 18-ന് 2 ആഴ്ച മുമ്പ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ ഇതിന് മുമ്പ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ, അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ വലത് കയ്യിൽ എൻ്റെ ഓഫർ ലെറ്ററും പിടിച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് അവസരം ഉണ്ടാക്കി തരണേന്ന് ഞാൻ സമയത്ത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച്. അങ്ങനെ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച്. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അത്രയും വലിയ കോളേജിലൊക്കെ പഠിച്ചിട്ട് പ്രയാസം മൊത്തം ഉണ്ടായത് തന്നെ. അപ്പം അങ്ങനെ
ഇനി മാർച്ച് 18 മുമ്പ്, അതായത് മാർച്ച് 17 ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിൽ എന്തോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ മാർച്ച് 18 എൻ്റെ ഉടമ്പടിയുടെ കാലാവധി തീരും. അപ്പോൾ ഒന്നും ഇല്ലല്ലോ, ഇനിയൊന്നും ഇല്ല. എന്നാലും ഞാൻ ഉടമ്പടി എടുക്കത്തില്ലെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന്. അങ്ങനെ മാർച്ച് 18 ഉച്ചയായപ്പോൾ ഞാൻ ഈ 3 തവണ റിജക്റ്റായ സെയിം കമ്പനിയിൽ നിന്ന് ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞ് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച്. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻസ്, ലോക പ്രശസ്തമായിട്ടുള്ള എയർലൈൻസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ QA എഞ്ചിനീയറായിട്ട് എനിക്ക് അമ്മ മാതാവ് ആ ജോലി തന്ന അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച് ഏപ്രിൽ 7 ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഏപ്രിൽ 3 ഞാൻ ഇവിടുന്ന് പൂനെയിലാണ് എൻ്റെ ജോബ് ലൊക്കേഷൻ. പൂനെയിലേക്ക് പോകും. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമാണ് അമ്മ മാതാവ് എനിക്ക് വേണ്ടി സാധിച്ചത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും പ്രാർത്ഥന, എനിക്ക് ആകെ കിട്ടുന്ന ഒരു മനസ്സമാധാനം എന്ന് പറയുന്നതും പ്രാർത്ഥന മാത്രമായിരുന്നു. വചനം വായിക്കുന്നത്, എനിക്ക് കറക്റ്റ് രീതിയിൽ വചനം വായിക്കാനൊന്നും അറിയില്ല. പക്ഷേ എന്നാലും ഞാനിങ്ങനെ തുറക്കുന്ന പേജിൽ അമ്മയോട് ചോദിക്കും. അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ ഏതെങ്കിലും ഒരു നമ്പർ പറയും. എൻ്റെ ഒരു വിശ്വാസം അതാ. അപ്പോൾ ഞാൻ അമ്മ പറയുന്ന നമ്പർ വായിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ചിരിക്കുന്ന ആ മോശപ്പെട്ട അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ ആ വാചകങ്ങളിലുള്ളത്. ഇത് കിട്ടിയ അന്ന് മുതൽ എനിക്ക് കിട്ടുന്ന വചനങ്ങൾ വളരെ അത്ഭുതകരമായിട്ടുള്ള വചനങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അമ്മ മാതാവിനോട് ഞാൻ എല്ലാവരോടും പറയും, അമ്മ മാതാവിനെ മനസ്സൊരുക്കി വിളിച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവ് ഇപ്പോഴല്ല എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് 100% അമ്മയെ വിശ്വസിക്കാൻ വേണ്ടി പോയി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് 15 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട്. ഞാൻ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ തവണ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എൻ്റെ HbA1c ഒരു കുറച്ച് നോർമൽ ലെവലിലായിരുന്നു, സാധാരണ ഉള്ളതാണ്, കുറച്ച് കൂടിയാണ്. ഈ ടെൻഷനൊക്കെ കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് അത് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് പോയി നോക്കിയപ്പോൾ അതെല്ലാം നോർമലായിരുന്നു. അതിന് ഞാൻ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടിങ്സാണ്. എനിക്കൊരു ടിങ് ബ്രദർ കൂടെ ഉണ്ട്. അവന് ജോലിക്ക് കിട്ടാൻ വേണ്ടി, ഞാൻ BBA പഠിച്ചതായിരുന്നു. ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ വർഷം മെയിൽ അവന് ദുബായി പോയി. അവന് അവിടെ നല്ല കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി കൊടുത്ത അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഞാൻ സഹായിക്കും. പിന്നെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് അത് നമ്മൾ കൊടുത്തുവിടും. കുട്ടികൾ വരും, അവരുടെ കൊടുത്തുവിട്ട് അങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ ദിവസവും തൈലം പുരട്ടാൻ തുടങ്ങി. പിന്നെ ധ്യാനം കേൾക്കാം, ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനം. ഈ കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു 4 ആഴ്ചത്തെ ധ്യാനവും മുടങ്ങാതെ ഞാൻ കേട്ടായിരുന്നു അത്. പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. എൻ്റെ ഇതുവരെ, അതായത് 1.5 വർഷത്തിന് മുമ്പ് ഉള്ളൊരു ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ. എനിക്ക് ഒരുപാട് ദൈവത്തിൽ വിശ്വാസം കൂടുതൽ വരാൻ വേണ്ടി